എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണാം യുഅ്താ യൗമൽ ഖിയാമത്തി ബിഅബ്ദിൻ, യുഅ്താ യൗമൽ ഖിയാമത്തി ബിഅബ്ദിൻ. നാളെ ഖിയാമത്ത് നാളിൽ പാരത്രികമായ ലോകത്തൊരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എങ്ങനെയാ കൊണ്ടുവരുന്നത്? വൽ മലായികത്തു യദ്രിബൂനഹു. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ മലക്കുകൾ എങ്ങനെ അടിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്? ഒരു മനുഷ്യനെ എങ്ങനെ അടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് മലക്കുകൾ. ഇത് കാണുമ്പോഴോ ഫയതഅല്ലഖു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലു മാ ദംബുഹു. ആ മനുഷ്യനെ മലക്കുകൾ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, മലക്കുകളെ ഈ മനുഷ്യൻ ചെയ്തു പോയ പാതകം എന്താണ്? എന്ത് ക്രൂരതയാണ് ഈ മനുഷ്യൻ ചെയ്തു പോയത് മലക്കുകളെ? ഫയഖൂലൂന, അപ്പോ മലക്കുകൾ പറയും അത്രേ, അദ്റക ശഹ്റ റമളാൻ ഫഅസല്ലാഹ തആല ഫീ. വിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹ സമ്പൂർണമായ ഓരോ ദിനരാത്രങ്ങളും ഈ മനുഷ്യനിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു. റമളാനിന്റെ ഒന്നാമത്തെ 10 അല്ലാഹു തആല ഇറക്കി, മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങൾ അല്ലാഹു ഇറക്കി, അതുപോലെ നരകമോചനത്തിന്റെ 10 അല്ലാഹു തആല ഇറക്കി. 3 10 അനുഗ്രഹമായിട്ട് അല്ലാഹു തആല അവന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹു തആല അവന് നൽകിയിട്ട് ആ വിശുദ്ധമായി ആദരിക്കേണ്ട മാസം കടന്നു വന്നിട്ട് ആ മാസത്തിൽ അല്ലാഹു തആലയോട് അവൻ ധിക്കാരം പ്രവർത്തിച്ചു. അവന് നോമ്പില്ല, അവന് നമസ്കാരമില്ല, അവന് സൽപ്രവർത്തനമില്ല. വിശുദ്ധമായ റമളാന്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിൽ പോലും കൂട്ടുകാരോടൊപ്പം ബാറിലിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യനെയാണ് അള്ളാന്റെ മലക്കുകൾ അടിച്ചു കൊണ്ടുവരുന്നത് എന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, കാരുണ്യത്തിന്റെ ദൂതരായ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനെ അടിക്കുന്നത് കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫയുരീദു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയശ്ഫഅ ഫീഹി. ആ മലക്കുകൾ അടിച്ചുകൊണ്ടുവരുന്ന മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പോകുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഫയുഖാലു, ആകാശഭാഗത്തിൽ ഒരു വിളിയാള ശബ്ദം. എന്താ? മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്, യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയേ, അന്ന ഖസ്മഹു റമളാൻ, നബിയേ താങ്കൾ ശുപാർശയ്ക്ക് വേണ്ടി, താങ്കൾ ആ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യാൻ വേണ്ടി പോകുന്ന മനുഷ്യനുണ്ടല്ലോ നബിയേ, ആ മനുഷ്യൻ ചില്ലറക്കാരനല്ല. അന്ന ഖസ്മഹു റമളാൻ, റമളാൻ മാസം ആ മനുഷ്യനോട് ഈർഷ്യത പ്രകടിപ്പിച്ചിരിക്കുന്നു, വെറുപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന മനുഷ്യനാണ് നബിയെ. റമളാൻ അയാളെ വെറുത്തിരിക്കുന്ന മനുഷ്യനാണ് നബിയെ. അതുകൊണ്ട് അങ്ങ് ശുപാർശയ്ക്ക് അങ്ങ് പോകണ്ട നബിയെ. ആരാ വിളിച്ചു പറയുന്നത്? മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് വിളിച്ചു പറയുന്നു. ഫയഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന ബരീഉം മിമ്മൻ ഖസ്മുഹു റമളാൻ. വിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് ആ വിശുദ്ധമായ റമളാനിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരെ, അങ്ങനെ റമളാനിൽ കഴിയുന്ന വിശുദ്ധരായ ആ വിശുദ്ധമായ റമളാൻ കോപിഷ്ഠരായ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാർക്ക് അനബരീഉം മിമ്മൻ ഖസ്മഹു റമളാൻ, വിശുദ്ധമായ റമളാൻ എതിരിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ആ മനുഷ്യനിൽ നിന്നും ഞാൻ ഒഴിവാണ്. അവന് ഞാൻ ശുപാർശ ചെയ്യുന്നതല്ല, അവന്റെ അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, അവന് വേണ്ടി ഞാൻ ഷാഫി അല്ല എന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന, നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്ന ഏറ്റവും അമൂല്യമായ മാസം വിശുദ്ധമായ റമളാൻ. വിശുദ്ധമായ റമളാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാക്കി നമ്മുടെ മുന്നിലേക്ക് നൽകുമ്പോൾ മഹാനായ മുഅത്തമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് പോലെ അടുത്തൊരു വർഷം നമുക്ക് റമളാൻ ഉണ്ടാകുമെന്ന് എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷ വേണ്ട.